ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 8ാം ക്ലാസ്സിലെ ആദ്യത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് വരുന്നത് ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്നാണ്. അപ്പൊ ഈ പേര് പറയുന്നത് പോലെ തന്നെ ഒരു ഗ്രാൻഡ് മദറും ഗ്രാൻഡ് സണ്ണും തമ്മിലുള്ള ഒരു ലോങ് ജേർണിയാണ് നമുക്ക് ഈ കഥയിൽ കാണാനായിട്ട് പറ്റുക. നമുക്ക് നേരെ സ്റ്റോറി വായിക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്ട്. ഹാവ് യു എവർ സ്പെൻഡ് സം ടൈം വിത്ത് യുവർ ഗ്രാൻഡ് പേരൻസ്? വാട്ട് ഈസ് ഓർ വാസ് യുവർ ഫേവറേറ്റ് ആക്ടിവിറ്റി വിത്ത് ദം? നിങ്ങൾ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവരുടെ കൂടെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി എന്താണ്? ലെറ്റ്സ് ജോയിൻ എ ഗ്രാൻഡ് സൺ ആൻഡ് ഗ്രാൻഡ് മദർ ഓൺ ദെയർ ജേർണി ആൻഡ് എക്സ്പ്ലോർ ദ ബ്യൂട്ടി ഓഫ് ദ ലാൻഡ്സ്കേപ്പ് ആൻഡ് ദ വാംത്ത് ഓഫ് ദെയർ റിലേഷൻഷിപ്പ്. ഇവിടെ പറയുന്നത് നമുക്ക് ഈ ഗ്രാൻഡ് മദറിന്റെയും ഗ്രാൻഡ് സണ്ണിന്റെയും ജേർണിയിൽ അവരുടെ കൂടെ ചേർന്ന് ഈ ലാൻഡ്സ്കേപ്പിന്റെ ബ്യൂട്ടിയും സ്ഥലത്തിന്റെ ഭംഗിയും അതുപോലെ തന്നെ അവരുടെ റിലേഷൻഷിപ്പും കാണാനാണ്. നമുക്ക് സ്റ്റോറി വായിക്കാം. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി, റസ്കിൻ ബോണ്ട്. Granny could hear the distant roar of the river and smell the pine needles and feel the presence of her grandson Mani. ഇപ്പൊ കഥ തുടങ്ങുമ്പോൾ തന്നെ ഗ്രാൻഡ് മദറിനെ പറ്റിയാണല്ലേ പറയുന്നത്. ഇവിടെ പറയുന്നത് ഗ്രാൻഡ് മദറിന് അകലെയുള്ള നദിയുടെ ആ ഒരു റോർ, ആ ശബ്ദം കേൾക്കാം. അതുപോലെ തന്നെ പൈൻ നീഡിൽസിന്റെ മണവും ഗ്രാൻഡ് സൺ ആയിട്ടുള്ള മണിയുടെ പ്രസൻസും സാമീപ്യവും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഷി കുഡിന്റ് സീ ദ റിവർ ഓർ ദ ട്രീസ്. ഗ്രാൻഡ് മദറിന് ആ റിവറോ അല്ലെങ്കിൽ മരങ്ങളോ ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല. ഷി കുഡ് ഓൺലി മേക്ക് ഔട്ട് മണീസ് ഫസി ഹെയർ ആൻഡ് സംടൈംസ് ഹിസ് ബ്ലാക്ക്ബെറി ഐസ് ആൻഡ് ദ ഗ്ലീം ഓഫ് ഹിസ് ടീത്ത് വെൻ ഹി സ്മൈൽഡ്. ഗ്രാൻഡ് മദറിന് ആകെ ചെയ്യാൻ പറ്റുന്നത് ആ മണിയുടെ ആകെ പാറിപ്പറന്ന് കിടക്കുന്ന മുടി ശരിയാക്കാം. അതുപോലെ തന്നെ അവന്റെ ബ്ലാക്ക്ബെറി പോലെയുള്ള കണ്ണുകളും ചിരിക്കുമ്പോൾ തിളങ്ങുന്ന, ഗ്ലീം എന്ന് പറഞ്ഞാൽ തിളങ്ങുക എന്നാണ് അർത്ഥം. അപ്പൊ ചിരിക്കുമ്പോൾ തിളങ്ങുന്ന അവന്റെ പല്ലുകൾ മാത്രമാണ് ഗ്രാൻഡ് മദറിന് കാണാനായിട്ട് പറ്റുന്നത്. ഗ്രാനി വോൾ എ പെയർ ഓഫ് ഓൾഡ് ഗ്ലാസസ്. ഗ്രാനി ധരിച്ചിരിക്കുന്നത് ഒരു പഴയ കണ്ണാടിയാണ്. ഷി ഹാഡ് ബീൻ വെയറിംഗ് ദം ഫോർ വെൽ ഓവർ 10 years. 10 വർഷത്തോളമായിട്ട് ഈ കണ്ണാടിയാണ് ഗ്രാൻഡ് മദർ വെക്കുന്നത്. ഹെർ ഐസ് ഹാഡ് ഗ്രോൺ സ്റ്റെഡിലി വീക്കർ ആൻഡ് ദ ഗ്ലാസസ് വർ നൗ സ്ക്രാച്ച്ഡ് ആൻഡ് സ്പോട്ടഡ്. ഗ്രാനിയുടെ കണ്ണുകളാണെങ്കിൽ ഓരോ വർഷം കഴിയും തോറും വീക്കർ ആയിട്ട് വരികയാണ്. അതുപോലെ തന്നെ കണ്ണടയും അതിലും കുറെ സ്ക്രാച്ചും സ്പോട്ടും ഒക്കെ ഉണ്ട്. സോ ദർ വാസ് വെരി ലിറ്റിൽ ഷീ കുഡ് സീ ത്രൂ ദം. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വളരെ കുറച്ചാണ് ഗ്രാനിക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. Mani and his father felt that it was high time Granny had her eyes tested and got herself new glasses. അപ്പൊ മണിക്കും അച്ഛനും തോന്നുകയാണ് ഗ്രാൻഡ് മദർ കുറെ നാളായി പഴയ കണ്ണട വെച്ചിട്ട് കണ്ണൊന്നും ടെസ്റ്റ് ചെയ്യാതെ നടക്കുന്നു. വെൽ യു നോ വി കാൻ ഗെറ്റ് ദം ഇൻ ദ വില്ലേജ് സെഡ് ഗ്രാനി. ഗ്രാൻഡ് മദർ പറയാണ് നമുക്ക് അതിന് വില്ലേജിൽ ഈ കണ്ണട കിട്ടില്ലല്ലോ. മണി സെഡ് യു വിൽ ഹാവ് ടു ഗോ ടു ദ ഐ ഹോസ്പിറ്റൽ ഇൻ മസൂറി, ദാറ്റ്സ് ദ നിയറസ്റ്റ് ടൗൺ. അപ്പൊ മണി പറയാണ് നമുക്ക് മസൂറിയിലുള്ള ഐ ഹോസ്പിറ്റൽ, കണ്ണാശുപത്രിയിലേക്ക് പോകണം. അതാണ് നമ്മുടെ ഏറ്റവും അടുത്ത ടൗൺ ആയിട്ട് വരുന്നത്. ബട്ട് ദാറ്റ്സ് എ 2-day ജേർണി പ്രൊട്ടസ്റ്റഡ് ഗ്രാനി. പക്ഷെ ഗ്രാനി അത് തടഞ്ഞിട്ട് പറയാണ് അത് 2 ദിവസത്തെ യാത്രയാണ്. ഗ്രാനി വാസ് ലുക്കിംഗ് ഫോർ എക്സ്ക്യൂസസ്. ഗ്രാനി ആണെങ്കിൽ ഇത് ഒഴിവാക്കാനായിട്ട് ഓരോ എക്സ്ക്യൂസുകൾ കണ്ടുപിടിക്കുകയാണ്. ഷി ഡിഡ് നോട്ട് വോണ്ട് ടു ബി പാർട്ടഡ് ഫ്രം മണി. ഗ്രാൻഡ് മദറിന് മണിയെ പിരിഞ്ഞിരിക്കാനായിട്ട് ഒരു താല്പര്യമില്ല. ഹി വാസ് 11 ആൻഡ് ക്വൈറ്റ് കേപ്പബിൾ ഓഫ് ലുക്കിംഗ് ആഫ്റ്റർ ഹിംസെൽഫ്. മണിക്ക് 11 വയസ്സുണ്ട്. അതുപോലെ തന്നെ അവനെ സ്വയം നോക്കാനായിട്ടുള്ള കഴിവും മണിക്കുണ്ട്. But Granny had brought him up ever since his mother had died when he was only a year old. അപ്പൊ മണിയുടെ അമ്മ മരിക്കുന്നത് അവന് 1 വയസ്സുള്ളപ്പോഴാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഗ്രാൻഡ് മദർ ആണ് മണിയെ കെയർ ചെയ്ത് വളർത്തിക്കൊണ്ട് വന്നിരുന്നത്. ഷീ വാസ് ഹിസ് നാനി, മെറ്റേണൽ ഗ്രാൻഡ് മദർ, and had cared for a boy and father and the cows and hens in the household with great energy and devotion. ഇപ്പൊ ഗ്രാനി എന്ന് പറയുന്നത് മണിയുടെ നാനിയാണ്. നാനി എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മ. മെറ്റേണൽ ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മയാണ്. അപ്പൊ ഈ ഗ്രാൻഡ് മദർ മണിയുടെ അമ്മയുടെ അമ്മയാണ്. അമ്മയുടെ മരണത്തിന് ശേഷം മണിയെയും അവന്റെ അച്ഛനെയും അതുപോലെ തന്നെ ആ വീട്ടിലെ പശുക്കൾ, കോഴികൾ ഇവരെയൊക്കെ വളരെ എനർജിയോട് കൂടിയിട്ട് ടേക്ക് കെയർ ചെയ്തിട്ടുള്ളത് ഗ്രാനിയാണ്. ഐ കൻ മാനേജ് ക്വൈറ്റ് വെൽ ഷീ സെഡ്. ഇപ്പൊ ഗ്രാനി ഇത് ഒഴിവാക്കാനായിട്ട് പറയുകയാണ് എനിക്കിത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നൗ ലിസൺ സെഡ് മണീസ് ഫാദർ സ്റ്റേൺലി. പക്ഷേ മണിയുടെ അച്ഛൻ വളരെ കർക്കശമായിട്ട് പറയാണ് ശ്രദ്ധിക്കുക. വി ആർ നോട്ട് സെൻഡിങ് യു ഓഫ് ഓൺ യുവർ ഓൺ, ഐ വിൽ ടേക്ക് യു ടു മസൂറി. അപ്പം അച്ഛൻ പറയാണ് അമ്മയെ എന്തായാലും ഒറ്റയ്ക്ക് മസൂറിയിലേക്ക് വിടുന്നില്ല, ഞാനും അമ്മയുടെ കൂടെ വരാം. ആൻഡ് ലീവ് മണി ഹിയർ ബൈ ഹിംസെൽഫ്, ഹൗ കുഡ് യു ഈവൻ തിങ്ക് ഓഫ് ഡൂയിങ് ദാറ്റ്? അപ്പൊ ഗ്രാൻഡ് മദർ ചോദിക്കുകയാണ് എന്നിട്ട് മണിയെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്താനോ? നിനക്ക് എങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കാനായിട്ട് പറ്റുന്നേ? Then I will take you to Mussoorie, said Mani eagerly. അപ്പൊ മണി വളരെ ആകാംക്ഷയോടെ പറയാണ് എന്നാൽ ഞാൻ മസൂറിയിലേക്ക് മുത്തശ്ശിയെ കൊണ്ടുപോകാം. I have been to Mussoorie before with my school friends. I know where we can stay, but അപ്പോൾ മണി പറയാണ് എനിക്കറിയാം മസൂറി, ഞാൻ മുമ്പ് പോയിട്ടുണ്ട്, എന്റെ സ്കൂൾ ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ടുണ്ട്, എനിക്കറിയാം എവിടെയാണ് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റാന്ന്. പക്ഷേ he paused a moment and looked doubtfully from his father to his grandmother. You wouldn't be able to walk all the way to Nain, would you, Granny? ഇപ്പോൾ ഗ്രാൻഡ് മദറിനോട് ചോദിക്കുകയാണ് ഗ്രാൻഡ് മദറിന് നെയിൻ വരെ നടക്കാനായിട്ട് പറ്റുമോ എന്ന്.
Of course I can walk, said Granny. I may be going blind, but there is nothing wrong with my legs. ഗ്രാനി പറയാണ് ഓഫ് കോഴ്സ് എനിക്ക് നടക്കാനായിട്ട് പറ്റും, ഞാൻ ബ്ലൈൻഡ് ആണ്, എൻ്റെ കണ്ണിന് കാഴ്ച കുറവുണ്ടെങ്കിലും എൻ്റെ ലെഗ്സിന് കാലിന് ഒരു പ്രശ്നമില്ല, ഞാൻ നടക്കാനായിട്ട് റെഡിയാണ്. ബട്ട് യു ആർ 70 ഗ്രാനി. അപ്പൊ മണി എന്താ പറയുന്നത്, ഗ്രാനിക്ക് 70 വയസ്സായി, എങ്ങനെ നടക്കും? വാട്ട് ഹാസ് ദാറ്റ് ഗോട്ട് ടു ഡു വിത്ത് ഇറ്റ്? ആൻഡ് ബിസൈഡ്സ് ഇറ്റ്സ് ഡൗൺ ഹിൽ ടു നെയിൻ ആൻഡ് അപ് ഹിൽ കമ്മിങ് ബാക്ക്. അപ് ഹിൽ ഈസ് ഈസിയർ, സെഡ് ഗ്രാനി. അപ്പൊ ഗ്രാനി ചോദിക്കുകയാണ് 70 വയസ്സായാൽ എന്താണ്? അതുപോലെ തന്നെ നെയിനിലേക്ക് എന്ന് പറയുമ്പോൾ ഡൗൺ ഹില്ലാണ്, താഴേക്കാണ് പോകേണ്ടത്. തിരിച്ചു വരുന്നത് അപ് ഹില്ലാണ്, മുകളിലേക്ക് കയറിയിട്ട് വരണം, കയറ്റാണ്. അപ്പൊ അപ് ഹില്ലാണ് കുറച്ചുകൂടി ഈസിയർ എന്ന് ഗ്രാനി പറയുന്നു. Now that she knew money might be accompanying her, she was more than ready to make the journey. ഇപ്പൊ മണിയാണ് ഗ്രാൻഡ് മദറിന്റെ കൂടെ വരിക എന്ന് മനസ്സിലായപ്പോൾ ഗ്രാൻഡ് മദർ കുറച്ചുകൂടി എക്സൈറ്റഡ് ആയി, ഇനി പോകാമെന്ന് തയ്യാറായി. While we are in Missouri, we will get some seeds and bulbs and a new bell for the white cow and a pullover for your father and shoes for you. ഇപ്പൊ ഗ്രാനി യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. എന്നിട്ട് പറയാണ് നമ്മൾ മസൂറിയിലേക്ക് പോകുമ്പോൾ നമ്മൾ പുതിയ സീഡ്സ്, വിത്തുകളും ബൾബും വാങ്ങണം. അതുപോലെ തന്നെ എന്തൊക്കെയാ വാങ്ങേണ്ടത്? വൈറ്റ് കൗവിന്, വെള്ള പശുവിന് ഒരു ബെല്ല് വേണം, അച്ഛന് ഒരു പുള്ളോവർ വേണം. പുള്ളോവർ എന്ന് പറഞ്ഞാൽ സ്വെറ്റർ, അപ്പൊ തണുക്കുമ്പോൾ ഇടാനായിട്ട് ഒരു സ്വെറ്റർ വാങ്ങണം, മണിക്ക് ഷൂസ് വാങ്ങണം. ഇതൊക്കെയാണ് ഗ്രാനി പറയുന്നത്. Now just a minute, said Mani's father. Are you going there to have your eyes tested, or are you going on a shopping trip? I have got only 100 rupees to spare. You will have to manage with that. അപ്പൊ മണിയുടെ അച്ഛൻ പറയാണ്, ഒരു മിനിറ്റ്, നിങ്ങൾ ഷോപ്പിങ്ങിനാണോ അതോ കണ്ണ് ടെസ്റ്റ് ചെയ്യാനാണോ പോകുന്നത്? എന്റെ കയ്യിൽ ഒരു 100 rupees, 100 രൂപയേ ഉള്ളൂ, അതിൽ എല്ലാം മാനേജ് ചെയ്തിട്ട് വരണം എന്നാണ് പറയുന്നത്. We will manage, said Mani. We will sleep at the bus shelter. അപ്പൊ മണി പറയാണ്, ഞങ്ങൾ മാനേജ് ചെയ്യാം, ഞങ്ങൾ ബസ് ഷെൽട്ടറിൽ ഉറങ്ങാം. അപ്പൊ അത്രയും പൈസ കുറവാണല്ലോ വരിക. No, we won't, said Granny. I have got 50 rupees of my own. We will stay at a hotel. അപ്പൊ ഗ്രാനി പറയാണ്, നമുക്ക് ബസ് ഷെൽട്ടറിൽ നിൽക്കണ്ട, എന്റെ കയ്യിൽ 50 rupees ഉണ്ട്, അപ്പൊ നമുക്ക് ഹോട്ടലിൽ സ്റ്റേ ചെയ്യാം. Early next morning, in a light drizzle, Granny and Mani set out on the path to Nain. പിറ്റേ ദിവസം രാവിലെ ഒരു ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഡ്രിസിൽ എന്ന് പറഞ്ഞാൽ ചെറിയ മഴ. ആ മഴയത്ത് ഗ്രാനിയും മണിയും നെയിനിലേക്ക് പോവാണ്. Mani carried a small bedding roll on his shoulders. Granny carried a large cloth shopping bag and an umbrella. ഇപ്പൊ മണിയുടെ കയ്യിൽ ഒരു വലിയ ബെഡിംഗ് റോൾ ഉണ്ട്, കിടക്കാനായിട്ടുള്ളൊരു ബെഡിംഗ് റോൾ ഉണ്ട്. അതുപോലെ തന്നെ ഗ്രാൻഡ് മദറിന്റെ കയ്യിൽ ഒരു തുണിയുടെ ഷോപ്പിംഗ് ബാഗ് ഉണ്ട്, തുണി സഞ്ചിയുണ്ട്, പിന്നെ ഒരു കുടയുണ്ട്. Whenever you feel tired, we will take rest, said Mani. അപ്പൊ മണി ഗ്രാൻഡ് മദറിനോട് പറയാണ്, ഗ്രാൻഡ് മദറിന് എപ്പോഴാണോ ക്ഷീണം തോന്നുന്നത് അപ്പൊ നമുക്ക് റെസ്റ്റ് ചെയ്യാം. We have only just started out, said Granny. We will rest when you are hungry. അപ്പൊ ഗ്രാനി പറഞ്ഞു, നമ്മളിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നിനക്ക് വിശക്കുമ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാം. They walked at a steady pace without talking too much. അവര് ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു വേഗത്തിൽ അധികം സംസാരിക്കാതെയൊക്കെ നടക്കുകയാണ്. A flock of parrots whirled overhead, flashes of red and green against the somber sky. അപ്പോൾ ഒരു കൂട്ടം തത്തകള് അവരുടെ തലയ്ക്ക് ചുറ്റും ആകാശത്തിൽ ഇങ്ങനെ കറങ്ങി പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ശാന്തമായ ആകാശത്തിൽ റെഡും ഗ്രീനും കളർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവർക്ക് കാണാൻ പറ്റിയിരുന്നു. There were no other sounds except for the hiss and gentle patter of the rain. മഴയുടെ ശബ്ദത്തിനപ്പുറത്തേക്ക് വേറൊരു ശബ്ദം അവിടെ ഉണ്ടായിരുന്നില്ല. Mani stopped to pick wild blackberries from a bush. അപ്പൊ മണി അവിടെ നിന്നിട്ട് ഒരു ബുഷിൽ നിന്ന് വൈൽഡ് ബ്ലാക്ക്ബെറീസ് കളക്ട് ചെയ്യാണ്. Granny wasn't fond of berries and did not slacken her pace. ഗ്രാനിക്കാണെങ്കിൽ ബ്ലാക്ക്ബെറീസിനോടൊന്നും താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് മദർ വേഗതയൊന്നും കുറച്ചില്ല. സ്ലാക്കൺ എന്ന് പറഞ്ഞാൽ വേഗത കുറയ്ക്കുക. അപ്പം അത് ഇഷ്ടമല്ല, അതുകൊണ്ട് വേഗത കുറച്ചില്ല. ഗ്രാനി യാത്ര കണ്ടിന്യൂ ചെയ്തു. മണി ഹാഡ് ടു റൺ ടു കാച്ച് അപ്പ് വിത്ത് ഹർ. മണിക്കാണെങ്കിൽ ഓടിയിട്ട് വേണ്ടിയിരുന്നു ഗ്രാൻഡ് മദറിന്റെ ഒപ്പെത്താനായിട്ട്. സൂൺ ഹിസ് ലിപ്സ് വർ പേർപ്പിൾ വിത്ത് ദ ജ്യൂസ് ഫ്രം ദ ബെറീസ്. പെട്ടെന്ന് തന്നെ അവന്റെ ചുണ്ടൊക്കെ പേർപ്പിൾ നിറായി ആ ബെറീസിന്റെ ജ്യൂസ് കാരണം. The rain stopped and the sun came out. Below them, the light green of the fields stood out against the dark green of the forest, and the hills were bathed in golden sunshine. Mani ran ahead. ഇപ്പൊ പെട്ടെന്ന് തന്നെ മഴ മാറി, സൂര്യനൊക്കെ വന്നു. അവരുടെ താഴെയായിട്ട്, അതിന് താഴെയായിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് ഫോറസ്റ്റിന്റെ. അത് എന്തിലെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്? ഡാർക്ക് ഗ്രീൻ കളർ ഫോറസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഫീൽഡ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു മലകള് ഗോൾഡൻ സൺഷൈനിൽ കുളിച്ചു നിൽക്കുകയാണ്, സ്വർണ്ണ നിറത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആണ് അവിടെ ഉള്ളത്. മണി റാൻ ahead. Can you see all right, Granny? He called. അപ്പം മണി ഗ്രാൻഡ് മദറിനോട് ചോദിക്കുകയാണ്, കാണാനായിട്ട് പറ്റുന്നില്ലേ? I can see the path and I can see your white shirt. That's enough for just now. അപ്പൊ ഗ്രാനി പറഞ്ഞു, എനിക്ക് വഴി കാണാം, അതുപോലെ തന്നെ നിന്റെ വൈറ്റ് ഷർട്ട്, വെള്ള ഷർട്ടും എനിക്ക് കാണാം, ഇപ്പോഴത്തേക്ക് അത് മതി. Granny and Mani ate their light meal on the roadside in the shade of a whispering pine and drank from a spring.
ഇപ്പൊ ഗ്രാനിയും മണിയും അവരുടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് റോഡ് സൈഡിൽ ഒരു പൈൻ മരത്തിന്റെ അടുത്ത് കഴിച്ചു. സ്പ്രിംഗിൽ നിന്ന് ഒരു അരുവിയിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ചു. ബൈ ലേറ്റ് ആഫ്റ്റർനൂൺ ദേ വർ ഡയറക്ട്ലി എബവ് നെയിൻ. അപ്പൊ ആഫ്റ്റർനൂണിന് ശേഷം അവർ കറക്റ്റ് നെയിനിലെ മുകളിലെത്തി. വി ആർ ഓൾമോസ്റ്റ് there, said മണി. ഐ കൻ സീ ദ ടെമ്പിൾ നിയർ അങ്കിൾസ് ഹൗസ്. അപ്പൊ മണിക്ക് മനസ്സിലായി. മണി പറയാണ് നമ്മൾ എത്താറായി, എനിക്ക് അങ്കിളിന്റെ വീടിനടുത്തുള്ള ടെമ്പിൾ ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഐ കാൻ സീ എ തിങ്, സെഡ് ഗ്രാനി. അപ്പൊ ഗ്രാനി പറഞ്ഞു എനിക്ക് ഒന്നും കാണാനില്ല. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ മിസ്റ്റ്. ദർ ഇസ് എ തിക് മിസ്റ്റ് കമ്മിങ് അപ്പ് ദ വാലി. അപ്പൊ മണി പറയാണ് അത് മിസ്റ്റ് കാരനാണ്, അവിടെ ഒരു മൂടൽമഞ്ഞൊക്കെ ഉണ്ട്, വാലിയിൽ നിന്ന് ഒരു തിക് മിസ്റ്റ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. It began raining heavily as they entered the small market town on the banks of the river. അപ്പൊ അവര് റിവറിന്റെ തീരത്തുള്ള, നദിയുടെ തീരത്തുള്ള ഒരു മാർക്കറ്റ് ടൗണിൽ എത്തിയപ്പോൾ തന്നെ ഹെവി മഴ തുടങ്ങിയിരുന്നു. ഗ്രാനീസ് അംബ്രല്ല വാസ് ലീക്കിംഗ് ബാഡ്ലി. ഗ്രാനിയുടെ കയ്യിലുള്ള കൂടെയാണെങ്കിൽ നന്നായിട്ട് ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ദേ വർ സൂൺ ഡ്രൈയിങ് ദംസെൽവ്സ് ഇൻ അങ്കിൾസ് ഹൗസ് ആൻഡ് ഡ്രിങ്കിങ് ഗ്ലാസസ് ഓഫ് ഹോട്ട് സ്വീറ്റ് മിൽക്കി ടീ. പക്ഷെ അവര് പെട്ടെന്ന് തന്നെ അങ്കിളിന്റെ വീട്ടിലെത്തിയിട്ട് ഡ്രൈ ആയി നല്ല ചൂട് ചായയൊക്കെ കുടിച്ചു. Money got up early the next morning and ran down the narrow street to bath in the river. അപ്പൊ പിറ്റേ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് ആ നാരോ ആയിട്ടുള്ള വീതി കുറഞ്ഞ വഴിയിലൂടെ ഓടിപ്പോയത് എങ്ങോട്ടാണ്? റിവറിൽ കുളിക്കാൻ വേണ്ടിയിട്ട്. As Money dressed, he heard the blare of a bus horn. അപ്പൊ മണി ഡ്രസ് ചെയ്യുമ്പോൾ ഒരു ബസ്സിന്റെ ഹോണിന്റെ വലിയ ശബ്ദം കേട്ടു. There was only one bus to Missouri. മസൂറിയിലേക്കാണെങ്കിൽ ഒരു ബസ്സേ അവിടെ ഉള്ളൂ. He scampered up the slope wondering if they would miss it. അപ്പം മണി വേഗത്തിൽ ഓടുകയാണ് ഈ ബസ് മിസ്സാവോ എന്ന് വിചാരിച്ചിട്ട്. But Granny was waiting for him at the bus stop. She had already bought their tickets. പക്ഷെ ഗ്രാനി അവന് വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓൾറെഡി അവർക്ക് വേണ്ടിയുള്ള ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് റെഡി ആയിട്ടാണ് ഗ്രാനി നിൽക്കുന്നത്. The bus was old and rickety and rattled so much that the passengers could barely hear themselves speaking. അപ്പൊ ആ ബസ്സാണെങ്കിൽ വളരെ പഴകിയ ഒരു പഴയ ബസ്സാണ്, ഒരു പരിക്കായിട്ടുള്ള ബസ്സാണ്. അതുപോലെ തന്നെ അത് കുറെ റാറ്റിൽ ചെയ്യുന്നുണ്ടായിരുന്നു. റാറ്റിൽ എന്ന് പറഞ്ഞാൽ കിതക്കുക എന്നാണ് അർത്ഥം. അതുപോലത്തെ ശബ്ദങ്ങൾ ആ ബസ്സിൽ നിന്ന് ഉണ്ടാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബസ്സിലെ യാത്രക്കാർക്ക്, പാസഞ്ചേഴ്സിന് അവർ പറയുന്നത് പോലും കേൾക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും ശബ്ദം അതിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. The driver drove at some speed and whenever he went round a bend, everyone in the bus was thrown about. ഡ്രൈവർ ആണെങ്കിൽ നല്ല സ്പീഡിലാണ് ഓടിക്കുന്നത്. എപ്പോഴൊക്കെ ഒരു വളവ് തിരിയുന്നുണ്ടോ അപ്പോഴൊക്കെ അതിൽ പാസഞ്ചേഴ്സ് പുറത്തേക്ക് ഇങ്ങനെ വീഴാനായിട്ട് പോവുകയാണ്. In spite of all the noise and confusion, Granny fell asleep, her head resting against Money's shoulder. പക്ഷേ ഈ ബഹളങ്ങൾക്കിടയിലും ഗ്രാനിയുടെ തല മണിയുടെ ഷോൾഡറിൽ വെച്ചിട്ട് നന്നായിട്ട് ഉറങ്ങുകയാണ്. Suddenly the bus came to a grinding halt. People were thrown forward in their seat. പെട്ടെന്ന് തന്നെ ബസ് ഇങ്ങനെ സ്പീഡിൽ നിർത്തുകയാണ്. പെട്ടെന്ന് നിർത്തി. ആളുകൾ പെട്ടെന്ന് അവരുടെ സീറ്റിൽ നിന്ന് മുന്നിലേക്ക് പോയി. What's happening? Granny asked. Have we arrived? അപ്പൊ ഗ്രാനി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ചോദിക്കുകയാണ്, വാട്ട്സ് ഹാപ്പനിങ്, എന്ത് പറ്റി, നമ്മൾ സ്ഥലം എത്തിയോ? നോ, സംതിങ് ഈസ് ബ്ലോക്കിംഗ് ദ റോഡ്, സെഡ് മണി. അപ്പൊ മണി പറയാണ് നമ്മൾ എത്തിയിട്ടില്ല, റോഡിന് എന്തോ ബ്ലോക്ക് ഉണ്ട്. ഇറ്റ്സ് എ ലാൻഡ് സ്ലൈഡ്, എക്സ്ക്ലെയിം സംവൺ. അപ്പൊ പെട്ടെന്ന് ആരോ വിളിച്ചു പറയാണ് അതൊരു ഉരുൾപൊട്ടലാണ്. ആൻഡ് ഓൾ ദ പാസഞ്ചേഴ്സ് പുട്ട് ദെയർ ഹെഡ്സ് ഔട്ട് ഓഫ് ദ വിൻഡോസ് ടു ടേക്ക് എ ലുക്ക്. പെട്ടെന്ന് എല്ലാ യാത്രക്കാരും ജനലിലൂടെ തല പുറത്തിട്ട് നോക്കുകയാണ് ഈ ഉരുൾപൊട്ടൽ. ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്. Earth, trees and bushes had given way and come crashing down, completely blocking the road. അപ്പോൾ അത് വലിയൊരു ലാൻഡ് സ്ലൈഡ് ആണ്, വലിയ ഉരുൾപൊട്ടലാണ്. ഭൂമിയും അതുപോലെ തന്നെ മരവും ബുഷസും ഒക്കെ ഈ ക്രാഷ് ചെയ്ത് താഴേക്ക് വീഴാണ്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് റോഡിനെ ബ്ലോക്ക് ചെയ്തു. നോട്ട് വാസ് ഇറ്റ് ഓവർ യെറ്റ്, അതാണെങ്കിൽ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് വീണുകൊണ്ടിരിക്കുകയാണ്. ഡെബ്രി വാസ് സ്റ്റിൽ ഫാളിംഗ്. ഡെബ്രി എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് ഇടിഞ്ഞു വീഴുന്ന കഷ്ണങ്ങൾ അല്ലെങ്കിൽ വേസ്റ്റിനെയാണ് പറയുന്നത്. അപ്പം വീണ്ടും വീണ്ടും ആ വേസ്റ്റ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. മണി സോ റോക്സ് ഹർട്ട്ലിംഗ് ഡൗൺ ദ ഹിൽ ആൻഡ് ഇൻ ടു ദ റിവർ. മണി നോക്കുമ്പോൾ പാറക്കഷ്ണങ്ങളൊക്കെ മലയുടെ മുകളിൽ നിന്ന് വന്നിട്ട് നദിയിൽ വീഴാണ്. നോട്ട് എ സ്യൂട്ടബിൾ പ്ലേസ് ഫോർ ദ ബസ് സ്റ്റോപ്പ്, ഒബ്സർവ്ഡ് ഗ്രാനി ഹു കുഡിന്റ് സീ എ തിങ്. അപ്പൊ ഗ്രാനിക്ക് ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഗ്രാനി പറഞ്ഞു ഇതൊരു സ്യൂട്ടബിൾ പ്ലേസ് അല്ല ഈ ബസ്സിനെ നിർത്താനായിട്ട്. Even as she spoke, a shower of stones and small rocks came clattering down on the roof of the bus. ഗ്രാനി അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഒരു ഷവർ പോലെ അത്രയധികം സ്റ്റോൺസും റോക്സും ചെറിയ കഷ്ണം കല്ലുകളൊക്കെ മുകളിൽ നിന്ന് ഈ ബസിന്റെ റൂഫിലേക്ക് വന്ന് വീണു. പാസഞ്ചേഴ്സ് ക്രൈഡ് ഔട്ട് ഇൻ അലാം. യാത്രക്കാർ പേടിച്ചു കരഞ്ഞു. ദ ഡ്രൈവർ ബിഗാൻ റിവേഴ്സിംഗ് ആസ് സ്മോൾ റോക്സ് കെയിം ക്രാഷിംഗ് ഡൗൺ. അപ്പം കല്ലുകൾ വീഴുന്നതിനനുസരിച്ച് ഡ്രൈവർ വണ്ടി റിവേഴ്സ് പിന്നിലേക്ക് എടുത്തു തുടങ്ങി. ഐ നെവർ ഡിഡ് ട്രസ്റ്റ് മോട്ടോർ റോഡ്സ്, സെഡ് ഗ്രാനി. അപ്പൊ ഗ്രാനി പറയാണ് ഞാൻ മോട്ടോർ റോഡ്സിനെ വിശ്വസിക്കില്ല എന്ന്. ദ ഡ്രൈവർ കെപ്റ്റ് ബാക്കിംഗ് അൺടിൽ ദേ വർ വെൽ അവേ ഫ്രം ദ ലാൻഡ് സ്ലൈഡ്. അങ്ങനെ അവര് ലാൻഡ് സ്ലൈഡിൽ നിന്ന് വളരെ അകലെ എത്തുന്നത് വരെ ഡ്രൈവർ ബാക്കിലേക്ക് പോയിക്കൊണ്ടിരുന്നു. എവ്രി വൺ ടംബിൾഡ് ഔട്ട് ഓഫ് ദ ബസ്. പെട്ടെന്ന് എല്ലാവരും വേഗത്തിൽ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ടംബിൾഡ് എന്ന് പറഞ്ഞാൽ തിക്കി തിരക്കി പുറത്തു വരുന്നതിനെയാണ് പറയുന്നത്. അപ്പൊ പെട്ടെന്ന് എല്ലാ പാസഞ്ചേഴ്സും ബസ്സിൽ നിന്ന് വേഗം ഇറങ്ങി. ദേ കുഡ് ടെൽ ഇറ്റ് വുഡ് ടേക്ക് ഡേയ്സ് ടു ക്ലിയർ ദ റോഡ്. അപ്പൊ അവർ പറയുന്നത് ദിവസങ്ങൾ എടുക്കും ഈ റോഡ് ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടാനായിട്ട്.
മോസ്റ്റ് ഓഫ് ദ പാസഞ്ചേഴ്സ് ഡിസൈഡ് ടു റിട്ടേൺ ടു നെയിൻ വിത്ത് ദ ബസ്. അപ്പൊ കൂടുതൽ പാസഞ്ചേഴ്സും നെയിനിലേക്ക് തന്നെ തിരിച്ചു പോവാ, ഈ ബസ്സിൽ നെയിനിലേക്ക് തിരിച്ചു പോകാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ബട്ട് എ ഫ്യൂ ബോൾഡ് സ്പിരിറ്റ്സ് എഗ്രീഡ് ടു വാക്ക് ടു മസൂറി. പക്ഷെ കുറച്ച് ബോൾഡ് ആയിട്ട് ധൈര്യമുള്ള ആളുകൾ എന്ത് ചെയ്തു, അവര് മസൂറിയിലേക്ക് നടന്നു പോകാനായിട്ട് തീരുമാനിച്ചു. ടേക്കിംഗ് എ ഷോർട്ട് കട്ട് അപ്പ് ദ മൗണ്ടൻ വിച്ച് വുഡ് ബൈപാസ് ദ ലാൻഡ് സ്ലൈഡ്. മൗണ്ടനിലൂടെ ഒരു ചെറിയ ഷോർട്ട് കട്ട് ഉണ്ട്, അപ്പൊ അത് ലാൻഡ് സ്ലൈഡിന്റെ അടുത്തെത്താതെ തന്നെ അവർക്ക് മസൂറിയിലേക്ക് പോവാം. അപ്പൊ ആ ഷോർട്ട് കട്ട് എടുത്തിട്ട് പലരും മസൂറിയിലേക്ക് നടന്നു പോകാനായിട്ട് തീരുമാനിച്ചു. മണി ലുക്ഡ് അറ്റ് ഗ്രാനി. ഷാൽ വി ഗോ ബാക്ക്? മണി ഗ്രാനിയെ നോക്കിയിട്ട് പറഞ്ഞു, നമുക്ക് തിരിച്ചു പോകണോ? ഇറ്റ്സ് ഓൺലി 10 miles സെഡ് ഗ്രാനി. വി ഡിഡ് ദാറ്റ് യെസ്റ്റർഡേ. ഇപ്പൊ ഗ്രാനി പറയാണ്, ഒരു 10 മൈലല്ലേ ഉള്ളൂ, അത് നമ്മൾ ഇന്നലെ നടന്നതാണല്ലോ. സോ ദേ സ്റ്റാർട്ടഡ് ക്ലൈംബിംഗ് എ നാരോ പാത്ത് ആൻഡ് ബൈ ദ ടൈം ദേ ഗോട്ട് ടു ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ ഗ്രാനി ആൻഡ് മണി വർ ഓൺ ദെയർ ഓൺ. അപ്പൊ നേരത്തെ പറഞ്ഞ ആ ധൈര്യമുള്ള ആളുകളുടെ പോലെ ഗ്രാനിയും മണിയും നടക്കാനായിട്ട് തീരുമാനിച്ചു. അവരങ്ങനെ നാരോ പാത്ത്, ഈ വീതി കുറഞ്ഞ വഴിയിലൂടെ നടന്ന് മൗണ്ടന്റെ മുകളിലൊക്കെ എത്തി. ദെയർ വില്ലേജ് വാസ് ഹിഡൻ ബൈ ദ റേഞ്ച് ടു ദ നോർത്ത്. ഫാർ ബിലോ റഷ്ഡ് ദ റിവർ. ഫാർ എബവ് സർക്കിൾഡ് ദ ഗോൾഡൻ ഈഗിൾ. അപ്പൊ അവരുടെ വില്ലേജ് ആണെങ്കിൽ ഈ മല കാരണം, നോർത്തിലേക്കുള്ള മല കാരണം അവിടെ ഹിഡൻ ആയിട്ട് അവർക്ക് കാണാൻ പറ്റുന്നില്ല. അവരുടെ ആ മൗണ്ടന്റെ താഴെയായിട്ട് ഒരു നദി ഒഴുകുന്നുണ്ട്, മുകളിൽ ഒരു ഗോൾഡൻ ഈഗിൾ, ഒരു ഗോൾഡൻ നിറത്തിലുള്ള ഒരു പരുന്ത് പറക്കുന്നുണ്ട്. ഡിഡ് യു ബ്രിങ് എനി ഫുഡ് ഫ്രം അങ്കിൾസ് ഹൗസ്? ആസ്ക്ഡ് മണി. അപ്പൊ മണി ഗ്രാൻഡ് മദറിനോട് ചോദിക്കുകയാണ്, അങ്കിളിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് കയ്യിലെടുത്തിട്ടുണ്ടോ? നാച്ചുറലി സെഡ് ഗ്രാനി, ഐ ന്യൂ യു വുഡ് സൂൺ ബി ഹംഗ്രി. There are pakoras and buns and peaches from uncle's garden. അപ്പോൾ ഗ്രാനി പറയാണ്, എനിക്ക് അറിയായിരുന്നു നിനക്ക് വിശക്കുന്നു, അത് കാരണം പക്കോറാസും ബൺസും അങ്കിളിന്റെ ഗാർഡനിൽ നിന്ന് പീച്ചസും ഞാൻ എടുത്തിട്ടുണ്ട്. ഗുഡ് സെഡ് മണി forgetting the tiredness. We will eat as we go along. അപ്പോൾ ആ ക്ഷീണമൊക്കെ മറന്നിട്ട് മണി പറയാണ്, ഗുഡ്, നമ്മൾ കുറച്ചുകൂടി നടന്നിട്ട് നമുക്ക് കഴിക്കാം. We will stop when you are tired, Granny. Oh, I can walk forever, said Granny laughing. അപ്പൊ മണി ഗ്രാനിയോട് പറഞ്ഞു, ഗ്രാനിക്ക് ക്ഷീണമാകുമ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാന്ന്. പക്ഷെ ഗ്രാനി എന്താ പറയുന്നത്, എനിക്ക് എപ്പോഴും നടക്കാം, എനിക്ക് ക്ഷീണം വരില്ല എന്നാണ് ഗ്രാനി ചിരിച്ചിട്ട് പറയുന്നത്. ബട്ട് നോട്ട് ഇഫ് ഇറ്റ്സ് റെയിനിങ്. ദ അംബ്രല്ല ലീക്സ് ബാഡ്ലി. പക്ഷെ മഴയാണെങ്കിൽ നടക്കാൻ പറ്റില്ല, എന്താണ്, അംബ്രല്ല ലീക്ക് ചെയ്യുന്നുണ്ട്. ഡൗൺ അഗെയിൻ ദേ വെന്റ് ആൻഡ് അപ്പ് ദ നെക്സ്റ്റ് മൗണ്ടൻ ആൻഡ് ഓവർ ബെയർ വിൻഡ് സ്വെപ്റ്റ് ഹിൽ സ്ലൈഡ്സ് ആൻഡ് ത്രൂ എ ഡാർക്ക് ഗ്ലൂമി ഡിയോഡർ ഫോറസ്റ്റ്. അവരങ്ങനെ താഴെ പോയി, പിന്നെ വീണ്ടും നെക്സ്റ്റ് മൗണ്ടൻ കയറി, പിന്നെ ഹിൽ സ്ലൈഡിലൂടെ നടന്നു. അവസാനം ഒരു ഡാർക്ക്, ഒരു ഇരുണ്ട ദേവദാരു മരങ്ങളുടെ ഒരു ഫോറസ്റ്റിലാണ് അവരെത്തിയത്. ഡിയോഡർ എന്ന് പറഞ്ഞാൽ ദേവദാരു മരങ്ങൾ എന്നാണ് അർത്ഥം. അപ്പൊ ഒരു ഇരുണ്ട ദേവദാരു മരങ്ങളൊക്കെ ഉള്ള ഒരു ഫോറസ്റ്റിലെത്തി. ആൻഡ് ദെൻ ജസ്റ്റ് ആസ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക് ദേ സോ ദ ലൈറ്റ്സ് ഓഫ് മസൂറി ട്വിങ്ക്ലിംഗ് എഹെഡ് ഓഫ് ദം. അങ്ങനെ അവര് ഇരുട്ടാവുമ്പോഴേക്കും മസൂറിയിലേക്ക് എത്തി. അവർക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു മസൂറി ടൗണിലെ ലൈറ്റ്സ് ഒക്കെ. As they came nearer, the lights increased until presently they were in a brightly lit bazaar. അങ്ങനെ അവര് അടുത്തെത്തിയപ്പോൾ ലൈറ്റ്സ് കുറച്ചുകൂടി കൂടി കൂടി വന്നു. അങ്ങനെ അവർ നല്ല ബ്രൈറ്റ് ആയിട്ട് ലൈറ്റ് ഉള്ള ഒരു ബാസാറിൽ, ഒരു മാർക്കറ്റിലാണ് എത്തിയത്. Jostled in the crowd, Granny kept on one hand firmly on Money's shoulder so that she did not lose him. മാർക്കറ്റിലെ ആളുകളുടെ തിരക്കിന്റെ ഇടയിൽ എത്തിയപ്പോൾ ഗ്രാനി മണിയുടെ ഷോൾഡറിൽ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു, അവനെ നഷ്ടാവാതിരിക്കാനായിട്ട്. They asked around for the cheapest hotel, but there were no cheap hotels, so they spent the night in a dharamshala adjoining the temple. അവരങ്ങനെ ചീപ്പസ്റ്റ് ഹോട്ടലൊക്കെ സെർച്ച് ചെയ്തു, പക്ഷെ അവിടെ ചീപ്പസ്റ്റ് ഹോട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവര് ടെമ്പിളിന് അടുത്തുള്ള ഒരു ധർമ്മശാലയിലാണ് അന്ന് സ്റ്റേ ചെയ്തത്. Next morning at the eye hospital, they joined a long queue of patients. അങ്ങനെ അടുത്ത ദിവസം രാവിലെ അവര് ഐ ഹോസ്പിറ്റലിൽ എത്തി. അവിടെ ഒരു വലിയ ക്യൂ ഉണ്ടായിരുന്നു. പേഷ്യൻസിന്റെ എന്നാണ്, വളരെ ക്ഷമയോടെ കാത്തു നിൽക്കുന്ന രോഗികളുടെ. അതാണ് ഇവിടെ പറയുന്നത് പേഷ്യൻസ് എന്ന്. ക്ഷമ എന്ന് പറയുന്ന അർത്ഥമാണ് ആദ്യത്തെ പേഷ്യന്റ് എന്നുള്ള വാക്കിന്. അപ്പൊ അവിടെ ക്ഷമയോടെ കാത്തു നിൽക്കുന്ന രോഗികളുടെ ഒരു നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. The eye specialist, a portly man in a suit, and dealt with the patients in a brisk and kind manner. After an hour's wait, Granny's turn came. അപ്പൊ അവിടെ സ്യൂട്ടൊക്കെ ധരിച്ചിട്ട് പേഷ്യൻസിനോടൊക്കെ വളരെ കൈൻഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരു പോട്ട്ലി മാൻ എന്നാണ് പറയുന്നത്. പോട്ട്ലി എന്ന് പറഞ്ഞാൽ തടിച്ച ഒരു ആളാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഗ്രാനിയുടെ ടേണും വരികയാണ് വെയിറ്റ് ചെയ്തതിന് ശേഷം. The doctor took a horrified look at Granny's glasses and dropped them in a waste basket. അപ്പൊ ഗ്രാനിയുടെ ഗ്ലാസസ് കണ്ടിട്ട് ആ ഡോക്ടർ പേടിക്കുകയാണ്. എന്നിട്ട് അത് നേരെ വേസ്റ്റ് ബാസ്കറ്റിൽ ഇട്ടു. Then he fished them out and placed them on his desk and said, on second thought, I think I will send them to a museum. You should have changed your glasses years ago. They have probably done more harm than good. അപ്പൊ അത് വീണ്ടും വേസ്റ്റ് ബാസ്കറ്റിൽ നിന്ന് എടുത്തിട്ട് ടേബിളിൽ ഡെസ്കിൽ വെച്ചിട്ട് പറയാണ്, ഞാനിത് മ്യൂസിയത്തിലേക്ക് അയക്കണം, അത്രയും പഴക്കണ്ട് ഈ ഗ്ലാസസിന്. ഇത് വെച്ചതുകൊണ്ട് കണ്ണിന് ഗുണം ഉണ്ടാവുന്നതിനേക്കാളും ദോഷമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ പുതിയ ഗ്ലാസസ് തരാമെന്ന് പറഞ്ഞിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്.
Then he placed her in front of a board covered with letters in English and Hindi, large and small, and asked Granny if she could make them out. അപ്പൊ നമുക്കറിയാം അല്ലെ, കണ്ണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറെ ലെറ്റേഴ്സ് ഒക്കെ വായിപ്പിക്കുന്നത്. അതുപോലെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ലെറ്റേഴ്സ് എഴുതിയിട്ടുള്ള ഒരു ബോർഡിന് മുമ്പിൽ ഗ്രാനിനെ ഇരുത്തിയിട്ട് ഗ്രാനിയോട് ചോദിക്കുകയാണ് ഇത് വായിക്കാനായിട്ട് പറ്റുമെന്ന്. ഐ കാണ്ട് ഈവൻ സീ ദ ബോർഡ് സെഡ് ഗ്രാനി. അപ്പൊ ഗ്രാനി പറയാണ് എനിക്ക് ആ ബോർഡ് പോലും കാണാനായിട്ട് പറ്റുന്നില്ല. വെൽ ക്യാൻ യു സീ മീ ആസ്ക് ദ ഡോക്ടർ. സം ഓഫ് യു സെഡ് ഗ്രാനി. അപ്പൊ ഡോക്ടർ ചോദിച്ചു എന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ടോ? അപ്പൊ ഗ്രാനി എന്താ റിപ്ലൈ കൊടുത്തേ? സം ഓഫ് യു, കുറച്ച് കാണാനുണ്ട്. I want you to see all of me, said the doctor, and he balanced a wire frame on Granny's nose and began trying out different lenses. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് ഗ്രാനിക്ക് ഫുള്ളായിട്ട് തന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു വയേർഡ് ഫ്രെയിം വെക്കുകയാണ്. ഒരു വയർ ഫ്രെയിം വെച്ചിട്ട് നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നത് പോലെ അതിൽ ഓരോ ടൈപ്പ് ലെൻസസ് ഇട്ട് നോക്കുകയാണ്. സഡൻലി ഗ്രാനി കുഡ് സീ മച്ച് ബെറ്റർ. ഷീ സോ ദ ബോർഡ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ലെറ്റേഴ്സ് ഓൺ ഇറ്റ്. പെട്ടെന്ന് ഒരു ലെൻസ് ഇട്ടപ്പോൾ ഗ്രാനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് കാണാനായിട്ട് പറ്റി. ഗ്രാനി ആ ബോർഡും അതിലെ വലിയ ലെറ്റേഴ്സും കണ്ടു. Can you see me now? asked the doctor. അപ്പൊ ഡോക്ടർ ചോദിച്ചു എന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ടോ? Most of you, said Granny. അപ്പൊ പറഞ്ഞു കുറെയൊക്കെ കാണാനുണ്ട്. And then added, by way of being helpful, there is a quite lot of you to see. കുറച്ചധികം കാണാനുണ്ട് എന്ന് പറഞ്ഞു. Thank you, said the doctor. And now turn around and tell me if you can see your grandson. എന്നിട്ട് ഡോക്ടർ പറയാണ് തിരിഞ്ഞിട്ട് ഗ്രാൻഡ് സൺ മണീനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ. മണി, she exclaimed, clapping her hands with joy. അപ്പോൾ ഗ്രാൻഡ് മദർ മണിയെ കണ്ടിട്ട് മണി എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തിൽ ക്ലാപ്പ് ചെയ്യാണ്. ഹൗ നൈസ് യു ലുക്ക്, വാട്ട് എ ഫൈൻ ബോയ് ഐ ഹാവ് ബ്രോട്ട് അപ്പ്. അപ്പൊ മണിയെ ഇപ്പോഴാണ് ഗ്രാനി നല്ല ക്ലിയർ ആയിട്ട് കാണുന്നത്. അപ്പൊ പറയാണ് എന്ത് ഭംഗിയാണ് നിന്നെ കാണാൻ, എത്ര നല്ല കുട്ടിയെയാണ് ഞാൻ വളർത്തിക്കൊണ്ടുവന്നത്. ബട്ട് യു ഡു നീഡ് എ ഹെയർ കട്ട് ആൻഡ് വാഷ് ആൻഡ് ബട്ടൺസ് ഓൺ യുവർ ഷർട്ട് ആൻഡ് എ ന്യൂ പെയർ ഓഫ് ഷൂസ്. കം അലോങ് ടു ദ ബസാർ. അപ്പൊ ഗ്രാനി പറയാണ് നിനക്ക് പക്ഷെ ഒരു ഹെയർ കട്ട് വേണം, മുടി വെട്ടണം, വാഷ് ചെയ്യണം, ഷർട്ടിൽ ബട്ടൺസ് വേണം, അതുപോലെ തന്നെ പുതിയൊരു പെയർ ഷൂസും വേണം, നമുക്ക് ബാസാറിലേക്ക് പോവാം എന്ന് പറയാണ്. ഫസ്റ്റ് ഹാവ് യുവർ ന്യൂ ഗ്ലാസസ് മെയ്ഡ്, സെഡ് മണി ലാഫിംഗ്, ദെൻ വി വിൽ ഗോ ടു ഷോപ്പിംഗ്. അപ്പൊ മണി പറഞ്ഞു ചിരിച്ചിട്ട് നമുക്ക് ആദ്യം ന്യൂ ഗ്ലാസസ് ഉണ്ടാക്കാം, അതിനുശേഷം നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. A day later they were in a bus again. Granny had a window seat and Mani sat beside her. He had new shoes and Granny held a new umbrella, and they had also bought a thick woolen Tibetan pullover for Mani's father and seeds and bulbs and a cowbell. അങ്ങനെ ഒരു ദിവസത്തിന് ശേഷം വീണ്ടും അവർ തിരിച്ചു പോകാനായിട്ട് ബസ്സിൽ കയറുകയാണ്. ഇപ്പൊ ബസ്സിൽ ഗ്രാനി വിൻഡോ സീറ്റിലാണ് ഇരിക്കുന്നത്, കാഴ്ചകളൊക്കെ കാണാനായിട്ട്. ഗ്രാനിയുടെ അടുത്ത് മണി ഇരിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? മണിക്ക് പുതിയ ഷൂസ് വാങ്ങിയിട്ടുണ്ട്, ഗ്രാനിക്ക് പുതിയ കുട വാങ്ങിയിട്ടുണ്ട്, അച്ഛന് ടിബറ്റൻ പുള്ളോവർ ഒരു സ്വെറ്റർ വാങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ സീഡ്സും ബൾബ്സും പശുവിന് ബെല്ലും വാങ്ങിയിട്ടുണ്ട്. As the bus moved off, Granny looked eagerly out of the window. ബസ് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ ഗ്രാനി വളരെ ആകാംക്ഷയോടെ ജനലിലൂടെ പുറത്തു നോക്കുകയാണ്. She could see many things that she hadn't seen for a long time. കുറെ കാലങ്ങളായിട്ട് ഗ്രാനി കാണാതിരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഗ്രാനി കാണുന്നത്. എന്തൊക്കെയാ അത്? ഡിസ്റ്റന്റ് വില്ലേജസ്, അകലെയുള്ള ഗ്രാമങ്ങൾ, പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്സ്, പാടത്ത് പണി ചെയ്യുന്ന ആളുകൾ, മിൽക്ക് മെൻ ഓൺ ദ റോഡ്, റോഡിൽ നിൽക്കുന്ന പാൽക്കാരൻ, 2 dogs rushing along beside the bus, ബസ്സിനെ ഫോളോ ചെയ്യുന്ന 2 ഡോഗ്സ്, മങ്കി ഇൻ ദ ട്രീസ്, മരങ്ങളിലുള്ള കുരങ്ങന്മാർ, ആൻഡ് മോസ്റ്റ് വണ്ടർഫുൾ ഓഫ് ഓൾ റെയിൻബോ ഇൻ ദ സ്കൈ. അതിൽ ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള കാഴ്ച ആകാശത്തെ മഴവില്ലാണ്. ഷി കുഡന്റ് സീ പെർഫെക്റ്റ്ലി ഓഫ് കോഴ്സ്, ബട്ട് ഷി വാസ് വെരി പ്ലീസ്ഡ് വിത്ത് ദ ഇംപ്രൂവ്മെന്റ്. വളരെ പെർഫെക്റ്റ് ആയിട്ടൊന്നും ഗ്രാനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ഈ ഇംപ്രൂവ്മെന്റിൽ വളരെ ഹാപ്പിയാണ് ഗ്രാനി. Mani watched for a long time and listened to her excited chatter. ഗ്രാൻഡ് മദറിന്റെ കൗതുകത്തോടെയുള്ള സംസാരവും ഈ കാഴ്ചകൾ കാണുന്നതൊക്കെ മണിയും കുറെ നേരം നോക്കിയിരുന്നു. Then his head began to nod. പിന്നെ അവന്റെ തല ഇങ്ങനെ ആടി തുടങ്ങി, ഉറക്കം വന്നു തുടങ്ങി. It dropped against Granny's shoulder and remained there comfortably supported. അങ്ങനെ ഉറക്കം വന്നിട്ട് ഗ്രാനിയുടെ ഷോൾഡറിൽ തല വെച്ച് അവൻ ഉറങ്ങുകയാണ്. The bus swerved and jolted along the winding mountain road, but Mani was fast asleep. ബസ്സാണെങ്കിൽ ആകെ വഴി മാറി ആകെ കുലുങ്ങിയിട്ടാണ് ഈ വൈൻഡിങ് ആയിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി വരുന്ന ആ മൗണ്ടൻ റോഡിലൂടെ വരുന്നത്. മണി എപ്പോഴും ഗ്രാൻഡ് മദറിന്റെ ഷോൾഡറിൽ തലവെച്ച് ഉറങ്ങുകയായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ കഥ വരുന്നത്. ഒരു ഗ്രാൻഡ് മദറും ഗ്രാൻഡ് സണും തമ്മിലുള്ള ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പും അവരുടെ യാത്രയിൽ ഉണ്ടാവുന്ന അനുഭവങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ കഥയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.